നമസ്കാരം. ഓണത്തിന്റെ ആരവങ്ങൾ ഉണരുമ്പോൾ ഒരു പഴയ ചൊല്ല് ഓർമ്മ വരുന്നത് സ്വാഭാവികമാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം. സ്വന്തമായി ഒന്നുമില്ലെങ്കിൽ പോലും കടം വാങ്ങി ഓണം ആഘോഷിക്കണം എന്നൊരു സന്ദേശം ഈ പഴമൊഴിയിലുണ്ട്. എന്നാൽ ഈ ഓണക്കാലത്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ചൊല്ലിന് ഒരു പുതിയ അർത്ഥം നൽകിയിരിക്കുകയാണ്. കേരളത്തെ കടത്തിലാഴ്ത്തിയും ഓണം ഉണ്ണണം. അതെ, സർക്കാർ വീണ്ടും കടം വാങ്ങുന്നു. പതിവ് പോലെ വികസനത്തിന്റെ പേരിലാണ് ഈ കടമെടുപ്പ് എങ്കിലും അതിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ഈ ഓണം അതിഗംഭീരമാക്കുക എന്നതാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഓണം ഗംഭീരമാക്കാൻ സർക്കാർ വീണ്ടും കടം വാങ്ങുന്നു. അതും വെറും കടമല്ല, 2000 കോടി രൂപയുടെ കടപ്പത്രം. പേര് കേട്ടാൽ തോന്നും ഇത് വികസനത്തിന് വേണ്ടിയാണെന്ന്. പക്ഷെ നമ്മുടെ പിണറായി വിജയൻ സാറും ധനമന്ത്രി KN ബാലഗോപാൽ സാറും ഓണ ചെലവുകൾക്ക് തന്നെയാകും ഈ പണം ഉപയോഗിക്കുക. അടുത്ത വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിനു മുമ്പുള്ള അവസാന ഓണം ഒന്ന് പൊടി പൊടിക്കേണ്ടേ? അതാണ് ലക്ഷ്യം. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾക്കറിയാമോ, നമ്മുടെ ധനമന്ത്രി ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ കണക്കുകൾ നിരത്തി സഹായം ചോദിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. കടമെടുക്കാൻ സമ്മതിക്കണം, ഇല്ലെങ്കിൽ കേരളം മുടിയും എന്ന് കരഞ്ഞുകൊണ്ട് പോയ നമ്മുടെ മന്ത്രി ഇപ്പോൾ ഇതാ ഓണത്തിന് പടക്കം പൊട്ടിക്കാൻ 2000 കോടിയുടെ കടം വാങ്ങുന്നു. ഇത് എത്രമാത്രം വിരോധാഭാസമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളം കടക്കെണിയിലല്ല, കടം കുറഞ്ഞു എന്നൊക്കെ നമ്മുടെ മന്ത്രി ഇടയ്ക്കിടെ പറയാറുണ്ട്. അത് കേട്ടാൽ നമ്മൾ ചിരിക്കണോ അതോ കരയണോ എന്നറിയാതെ കുഴഞ്ഞു പോകും. ഒരു വീട്ടിലെ ഗൃഹനാഥൻ വരുമാനം കൂട്ടുന്നതിന് പകരം കടം വാങ്ങി ആഘോഷിച്ചാൽ ആ വീടിന്റെ അവസ്ഥ എന്തായിരിക്കും? അതേ അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ കേരളവും. അതും ഒരു വർഷമായിട്ടല്ല, കഴിഞ്ഞ 10 വർഷത്തോളമായി ഇത് തന്നെയാണ് പരിപാടി. കേരളത്തിന്റെ കടം കുറഞ്ഞെന്ന് മന്ത്രി പറയുന്നു, പക്ഷേ കണക്കുകൾ പറയുന്നത് മറ്റൊന്നാണ്. 2010-11 78,673 കോടിയായിരുന്നു കടം. 20-21 ആയപ്പോഴേക്കും 2,96,901 കോടിയായി ഉയർന്നു. ഈ പോക്ക് പോയാൽ 2025-26 ആകുമ്പോൾ അത് 6 ലക്ഷം കോടിയാകും. അപ്പോ ഇതൊക്കെ ആരടയ്ക്കും? നമ്മൾ തന്നെ. കടമെടുക്കാൻ അനുമതി നൽകാത്തത് കൊണ്ട് മാത്രമാണ് കടത്തിന്റെ വളർച്ചാ നിരക്ക് കുറഞ്ഞതെന്ന് മന്ത്രി പറയുന്നു. അതായത് കടം വാങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇതിലും വലിയ കടക്കെണിയിലാകുമായിരുന്നു എന്ന് സാരം. ഈ സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൽ എന്ത് വലിയ വികസനമാണ് നടന്നത്? കിഫ്ബി വഴി വായ്പ എടുത്ത് ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുത്തു. അതിന്റെ കടം പോലും ഇപ്പോൾ കേന്ദ്രം നമ്മുടെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കുറയ്ക്കുകയാണ്. ജനങ്ങളെ വഞ്ചിച്ച് ഭാവി ഇരുട്ടിലാക്കി ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ എന്തിനാണ്? ഓർക്കുക, ഈ കടം വാങ്ങുന്നത് നമ്മുടെയൊക്കെ ഭാവി വിറ്റാണ്. അടുത്ത തലമുറയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഈ കടക്കണിയിൽ പെട്ടുപോകും. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു വന്നവർ ഇന്ന് കേരളത്തെ ശരിക്കും ശരിയാക്കി കഴിഞ്ഞു. വികസനമില്ല, പക്ഷെ കടം കൂടും. പെട്രോളിനും ഡീസലിനും വില കൂടും. വൈദ്യുതിക്ക് നിരക്ക് കൂടും. പക്ഷെ സർക്കാരിന്റെ ദൂരത്തിന് ഒരു കുറവുമില്ല. ഈ ഓണത്തിനും സർക്കാരിന്റെ പോക്കറ്റിലേക്ക് നമ്മുടെ പണം ഒഴുകിയെത്തും. നമ്മുടെ നികുതി പണം എവിടെ പോകുന്നു എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ട്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴമൊഴിക്ക് കേരളം വിറ്റും പിണറായി സർക്കാർ ഓണം ഉണ്ണണം എന്ന് പേര് മാറ്റേണ്ടി വരുമോ? നിങ്ങൾ എന്ത് കരുതുന്നു? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.